ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്കായിട്ടുള്ള മുട്ട ബജ്ജി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജാസ്തി വേണമെങ്കിൽ എടുത്തോളാം. ഞങ്ങൾ 4 ആളുണ്ടായതുകൊണ്ട് 4 മുട്ട എടുത്തിന്. ഒരു മുട്ടയിൽ 2 ബജ്ജിയാവും. അങ്ങനെ ഞാൻ മുട്ടയിൽ വെച്ചിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ച്. എന്നിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുത്ത്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇങ്ക്, കുറച്ച് ഉപ്പ്, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി. ഇപ്പം നല്ലോണം മിക്സായിന്. ഇത്ര തിക്നെസ് മതി. നല്ലോണം വെള്ളമാവാനും പാടില്ല, നല്ലോണം ഗട്ടിയാവാനും പാടില്ല. ഇത് കറക്റ്റ് ഉണ്ട്. ഇങ്ങനെ ലെയറായിട്ട് പോകണം. ഇത് കറക്റ്റായിട്ട് അതിന് ഇനി ഇതിനെ മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം മുട്ട പാങ്ങിൽ വെന്തിന് ഇനി അതിൻ്റെ ഓടെല്ലാം തൊളിച്ച് വെക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ മുട്ട തൊലിച്ചിട്ടായി. ഇനി ഇതിനെ 2 പൊളപ്പാക്കാം. അപ്പോൾ ആരോ പറഞ്ഞ് ഇങ്ങനെ നൂല് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ നല്ല നീട്ടായിട്ട് കട്ടായിട്ട് കിട്ടുമെന്ന്. പക്ഷേ അത് അത്ര നീട്ടായിട്ടുണ്ടാകുന്നില്ല. അതിൻ്റെ ഉള്ളിലത്തെ യെല്ലോ കളർ അങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകുന്നത്. എന്താ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ടൊന്നും വരുന്നില്ല. അത് അതിനായിട്ട് ഞങ്ങൾക്ക് ചാക്കിൽ ഇതാക്കുന്നത് ബെസ്റ്റ്. അങ്ങനെ ഞാൻ അതിനെല്ലാം കടലപ്പൊടിയിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് ഞാൻ എല്ലാം ഒന്നിച്ചിട്ടിട്ട കൊണ്ട് എല്ലാം അങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടായി. ഒരു 4 ഇട്ടിനും കറക്റ്റാകുന്നുണ്ടായി. ഞാൻ കുറച്ച് വേഗം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്നിച്ചിട്ട് എന്നിട്ട് അതിങ്ങനെ തിരിച്ചിടാനും മറിച്ചിടാനും ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ 2 സൈഡും ഫ്രൈ ആയി പിന്നെ അതിനെ കോരിയെടുത്ത് മുട്ട ബജ്ജിയാക്കിയെങ്കിൽ അത് നല്ലോണം എണ്ണ കുടിക്കുന്നത്. അതിന് ഞാൻ എന്നൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഒപ്പിയെടുത്ത് ബജ്ജിക്ക് ചട്നി ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ, ഒരു പകുതി ഉള്ളി, ഒരു 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പുളി ഇതെല്ലാം ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ചട്നി നല്ല നൈസായിട്ട് ഇറക്കാൻ പാടില്ല. അതിനൊരു മീഡിയം ഒരു ഇത്ര ഉണ്ടായാൽ മതി. ജാസ്തി നൈസായെങ്കിൽ പാങ്ങുണ്ടാകുന്നില്ല. അങ്ങനെ ഞാനും ഉമ്മയും കുട്ടികളെല്ലാം കട്ടൻ ചായയും ബജ്ജിയും ചട്നിയും നല്ല അടിപൊളി കോമ്പിനേഷന്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിച്ച്. ഇതിന് ചട്നി തന്നെ വേണമെന്നില്ല. ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പ് ഇങ്ങനെ എന്ത് വേണമെങ്കിൽ എനിക്ക് കൂട്ടി തിന്നാം. കുട്ടികളെല്ലാം ടൊമാറ്റോ സോസ് കൂട്ടി കഴിച്ച്, ഞാൻ ചട്നി കൂട്ടി തിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.